രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ജൂൺ 25 ഇനി മുതൽ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതാണ് പ്രഖ്യാപനം. അടിയന്തരാവസ്ഥയുടെ ഇരകളെ സ്മരിക്കാനുള്ള ദിനമാണ് ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. 1975 ജൂൺ 25 രാത്രി 11:30 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ ദിവസം എല്ലാ വർഷവും ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിലൂടെ പ്രഖ്യാപനം നടത്തി. ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ മനോഭാവമാണ് പൗരസ്വാതന്ത്ര്യവും ജനാധിപത്യവും ഇല്ലാതാക്കിയ അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ചതെന്ന് അമിത്ഷാ കുറിച്ചു. ഭരണഘടനയെ കോൺഗ്രസ് നോക്കുകുത്തിയാക്കിയപ്പോൾ രാജ്യത്ത് എന്ത് സംഭവിച്ചുവെന്ന് പുതുതലമുറ അറിയണമെന്നും അതിനാലാണ് ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. അടിയന്തരാവസ്ഥയുടെ ഇരകളെ ഈ ദിനത്തിൽ സ്മരിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രചരണത്തിന് കനത്ത വെല്ലുവിളിയാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം. ഇന്ദിരാഗാന്ധിയുടെ ഭരണകൂട ഭീകരതയുടെ ചരിത്രം പുതുതലമുറയിലേക്ക് എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. അതേസമയം JDU ഉൾപ്പെടെയുള്ള NDA സഖ്യകക്ഷികൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. എന്നാൽ ഭരണഘടനാ ഹത്യാ ദിനം ആചരിക്കാനുള്ള തീരുമാനത്തെ ഇന്ത്യ മുന്നണി വിമർശിച്ചിട്ടുണ്ട്. BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തതുകൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങളെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ജനം, ഡൽഹി.